എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തിൻ ഡോറി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതെന്നുള്ളതാണ്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. അപ്പം നമുക്ക് ഏത് ഫാബ്രിക്കാണോ ഡോറിക്ക് വേണ്ടി ആവശ്യം അതെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് രീതിക്ക് ഈ ഫാബ്രിക്കിനെ കട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇങ്ങനെ നമുക്ക് ലെങ്ത് വൈസിലും ഫാബ്രിക് കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ക്രോസ് വൈസിലും നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്യാവുന്നതാണ്. ഇതുണ്ട്, ക്രോസ് വൈസിൽ എടുക്കുമ്പോൾ നമ്മുടെ ഇത് കുറച്ച് വലിയും, അതേസമയം ലെങ്ത് വൈസിൽ എടുക്കുന്നതെങ്കിൽ ഇതിങ്ങനെ വലിയത്തില്ല. അപ്പം അത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്രോസ് വൈസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിതിനെ ഒരു 3/4 ഇഞ്ചിൽ കട്ട് ചെയ്ത് എടുക്കുക. 3/4 ഇഞ്ച് വീതിയിൽ. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണോ നമുക്ക് ലെങ്ത് ആവശ്യമായിട്ട് വേണ്ടത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡോറിയുടെ ലെങ്ത് അടയാളപ്പെടുത്താവുന്നതാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 3/4 മതി. അപ്പോൾ ആ 3/4 നമ്മുടെ തുണിയെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു റോസ് പിടിപ്പിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പീസ് കട്ട് ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് 2 പീസാണ് വേണ്ടത്. 5 ഇഞ്ച് വീതിയും നീളവുമുള്ള ഒരു പീസും 4 ഇഞ്ച് വീതിയും നീളവുമുള്ള ഒരു പീസ്. അപ്പം നമുക്കിനി എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ഇങ്ങനെ നടുവേ മടക്കുക. മടക്കിയിട്ട് ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരേക്കും സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ അടിച്ച് തുടങ്ങുമ്പോഴും അടിച്ച് തീരുമ്പോഴും കെട്ടിട്ട് കൊടുക്കേണ്ടതാണ്.
ഇതുപോലെ അടിച്ചെടുക്കുക. നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് നീക്കി അടിക്കരുത്, അതുപോലെ ഈ സൈഡിലോട്ടും ഒരുപാട് നീക്കി അടിക്കരുത്. നമ്മുടെ ഇങ്ങനെ നൂല് പൊങ്ങി പൊങ്ങി വരുന്ന തുണിയൊക്കെ ആണെങ്കിൽ വേഗം സ്റ്റിച്ച് വിട്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് അടിക്കാൻ. അതുപോലെ ഈ അടിക്കുന്നതും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് തിരിച്ചിടുന്നതെന്ന് കാണാം. ഇനി നമ്മുടെ ഹാൻഡ് നീഡിലെടുത്ത് അതിൽ നൂല് കോർക്കുക. ഇതിപ്പം ഇങ്ങനെ മടക്കി വന്നേക്കുന്നത് 6 ത്രെഡാണ് പോയേക്കുന്നത്. ഇങ്ങനെ ഒരു നൂല് ആയിട്ട് കോർക്കാതെയും കൊണ്ട് 2ഓ 3ഓ ഇഴ ഇട്ടിട്ട് നൂല് നമ്മൾ കോർത്തെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് എടുക്കുക. എന്നിട്ട് ഇതിൽ ഇങ്ങനെ ഒന്നെടുത്ത് ഒന്നും കൂടെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിട്ടിടുക. ഇതിന് ശേഷം നമ്മൾ ഈ നീഡിലിനെ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി വിടുക. ഇങ്ങനെ നമ്മൾ നീഡിലേക്ക് അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ വലിക്കുക. ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ പയ്യെ വലിച്ചു കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ പയ്യെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഒരുപാട് ബലത്തിൽ പിടിച്ച് വലിക്കരുത്, നമ്മുടെ ത്രെഡ് പൊട്ടിപ്പോകും. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വലിച്ച് കൊടുത്തേച്ചാൽ മതി, അത് ഈസി ആയിട്ട് പൊക്കോളും.
നമുക്കിങ്ങനെ വീതി കുറഞ്ഞ ഡോറി തയ്യാറായി കിട്ടുന്നതാണ്. നിങ്ങൾ പതുക്കെ കുറച്ച് ക്ഷമയോടെ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും. പക്ഷേ അത് പതുക്കെ അവിടെ നിന്ന് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും കിട്ടും കേട്ടോ. നിങ്ങൾ ഒരുപാട് വീതി തുണി കട്ട് ചെയ്തെടുക്കാതെയും കൊണ്ട് ഒരു 1/4 ഇഞ്ചിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിതിൻ്റെ എൻഡിലൊരു റോസ് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മളതിനായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ, ഒരു 5 ഇഞ്ചിൻ്റെയും 4 ഇഞ്ചിൻ്റെയും. അപ്പം ഇതിൽ 5 ഇഞ്ചിൻ്റേത് ഫസ്റ്റ് എടുക്കുക. ആ പീസിനെ നമ്മളിങ്ങനെ കറക്റ്റ് സെൻറ്റർ വെച്ച് മടക്കുക. അതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഈ സൈഡിലത്തേതിനെ നമ്മളെടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഇവിടത്തേതിനെ എടുത്ത് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ഇതിനെ വയ്ക്കുക. ഇങ്ങനെ ഇതിനെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അടിപ്പടിച്ച് കൊടുക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ട് നിർത്തുക. ഇനി അടുത്ത നമ്മുടെ 4 ഇഞ്ച് നീളത്തിലും വീതിയിലും ഒരു പീസ് കട്ട് ചെയ്തില്ലേ, അതിനെ ഇങ്ങനെ സെൻറ്റർ മടക്കി ഇതിങ്ങനെ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടടിച്ച് കൊടുക്കുക. ഇങ്ങനെ ബാക്കി നിൽക്കുന്ന ഇത് കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചിടുക. ഇങ്ങോട്ടിങ്ങനെ തിരിച്ചെടുക്കുക. അപ്പം നമ്മുടെ റോസും ഡോറിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം ഇത്ര വേണ്ട, ചെറുത് മതിയെന്നുണ്ടെങ്കിൽ ഈ പീസ് കട്ട് ചെയ്യുമ്പം അതിൻ്റെ വീതി നീളവും കുറച്ചെടുത്ത് വെച്ചാൽ മതി.
എപ്പോഴും വീതി നീളവും ഒരേ അളവായിരിക്കണം.